ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് ക്യാഷ് ഫോർകാസ്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ടെക്നിക്സുകളെ കുറിച്ചും മെത്തേഡ്സുകളെ കുറിച്ചിട്ടാണ് എടുക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. 5 കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് ക്യാഷ് ഫോർകാസ്റ്റിംഗ്. 5 തരത്തിലുള്ള മെത്തേഡുകൾ, ടെക്നിക്സുകളാണ് ക്യാഷ് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മെത്തേഡ്. സെക്കൻഡ് വൺ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മെത്തേഡ്. തേർഡ് വൺ ബാലൻസ് ഷീറ്റ് അപ്രോച്ചസ്. ഫോർത്ത് വൺ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് അപ്രോച്ചസ്. ഫിഫ്ത്ത് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മെത്തേഡ്. എന്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മെത്തേഡ് എന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് ആൾസോ കാൾഡ് ക്യാഷ് ബജറ്റ് മെത്തേഡ്. ഈ മെത്തേഡിനെ നമുക്ക് ക്യാഷ് ബജറ്റ് മെത്തേഡ് എന്നും പറയാം. അണ്ടർ ദിസ് മെത്തേഡ് ഈച്ച് ഐറ്റം ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഈസ് ഫോർകാസ്റ്റഡ്. റെസിപ്റ്റ്സിൻ്റെയും പേയ്മെൻറ്റ്സിൻ്റെയും ഓരോ ഐറ്റത്തിനെയും ഇവിടെ ഫോർകാസ്റ്റ് ചെയ്യും. ദ പ്രൈമറി സോഴ്സസ് ഓഫ് ക്യാഷ് റെസിപ്റ്റ്സിൻ്റെ പ്രൈമറി സോഴ്സസ് ആയിട്ട് ഇവിടെ കണക്കാക്കുന്നത് സെയിൽസ് ആണ്. ഹെൻസ് സെയിൽസ് ഫോർകാസ്റ്റ് ഈസ് ദ ഫസ്റ്റ് ഫോർകാസ്റ്റ് ടു ബി മെയ്ഡ്. ഇവിടെ ആദ്യം ചെയ്യുന്നത് സെയിൽസിനെ ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആഫ്റ്റർ എസ്റ്റിമേറ്റിംഗ് ദ ക്യാഷ് റെസിപ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ്സ് ഓർ ക്യാഷ് ഔട്ട്ഫ്ലോസ്. ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ക്യാഷ് റെസിപ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ്സ് ഓർ ക്യാഷ് ഔട്ട്ഫ്ലോസ്. ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റുകളോ അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോസോ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. The various cash disbursements are payment to suppliers. സപ്ലയേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് സാലറീസ്, വേജസിൻ്റെയും സാലറികളുടെയും പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. വേരിയസ് ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലയേഴ്സിന് നൽകുന്ന പേയ്മെൻറ്റ് അഥവാ ക്രെഡിറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന പേയ്മെൻറ്റ്, വേജസ് ആൻഡ് സാലറീസിൻ്റെ പേയ്മെൻറ്റ് ഓഫ് ടാക്സുകൾ നടക്കുന്ന പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റിൻ്റെ പേയ്മെൻറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, മറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾക്ക് വേണ്ടി വരുന്ന പേയ്മെൻറ്റും. ഇത്രയാണ് പ്രധാനപ്പെട്ട റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ക്യാഷ് ബജറ്റ് മെത്തേഡ് എന്നും പറയും. ഇവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിനെ ഫോർകാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൈമറി സോഴ്സസ് ഓഫ് ക്യാഷ് റെസിപ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് ആണ്. അതിനെ തന്നെ സെയിൽസ് ഫോർകാസ്റ്റാണ് ആദ്യം ഫസ്റ്റ് ഫോർകാസ്റ്റായിട്ട് മെയ്ഡ് ചെയ്യുന്നത്. ക്യാഷ് റെസിപ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്യുക ഓർ ക്യാഷ് ഔട്ട്ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നതാണ്. ദ വേരിയസ് ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന പേയ്മെൻറ്റുകൾ, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് സാലറീസ്, വേജസിൻ്റെയും സാലറിയുടെയും പേയ്മെൻറ്റ് ഓഫ് ടാക്സസിൻ്റെ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഡിവിഡൻറ്റിൻ്റെ പേയ്മെൻറ്റും മറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾക്ക് വേണ്ടി വരുന്ന പേയ്മെൻറ്റുമാണ് അതിന് പ്രധാനപ്പെട്ട പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മെത്തേഡ്. എന്താണ് അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മെത്തേഡ് എന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഓഫ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് ഇൻവോൾവ്സ് ദ ട്രേസിംഗ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫ്ലോസിൻ്റെ ട്രേസിംഗ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് 3 steps are involved such as estimating sources of cash എസ്റ്റിമേറ്റ് ചെയ്യുക, എസ്റ്റിമേറ്റിംഗ് ദ യൂസസ് ഓഫ് ക്യാഷ് എസ്റ്റിമേറ്റ് ചെയ്യുക, ആൻഡ് ഫൈനലി അറൈവിംഗ് അറ്റ് ദ നെറ്റ് ഇൻകത്തിലേക്ക് എത്തിച്ചേരുക. ഡിപ്രീസിയേഷൻ, ടാക്സസ്, ഡിവിഡൻസ് എക്സെട്ര ആർ ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദ ഫേംസ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷനും ടാക്സസും ഡിവിഡൻസും ഡിറ്റർമിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് പ്രോബ്ലംസ് ആർ ഫേസ്ഡ് ഇൻ എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യും. അതാണ് അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മെത്തേഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മെത്തേഡിൽ ഇതിൽ പ്രധാനമായിട്ടും 3 സ്റ്റെപ്സുകളാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എസ്റ്റിമേറ്റിംഗ് ദ സോഴ്സസ് ഓഫ് ക്യാഷ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു, എസ്റ്റിമേറ്റിംഗ് ദ യൂസസ് ഓഫ് ക്യാഷിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി അറൈവിംഗ് അറ്റ് ദ നെറ്റ് ഇൻകത്തിലേക്ക് എത്തിച്ചേരുന്നു. ഡിപ്രീസിയേഷൻ, ടാക്സസ്, ഡിവിഡൻസ് എക്സെട്ര ആർ ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദ ഫേംസ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഡിപ്രീസിയേഷനും ടാക്സസും ഡിവിഡൻസും ഡിറ്റർമിൻ ചെയ്യുന്നു. ബട്ട് പ്രോബ്ലംസ് ആർ ഫേസ്ഡ് ഇൻ എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എസ്റ്റിമേറ്റ് ചെയ്ത സമയത്ത് പ്രോബ്ലംസ് ഫേസ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് വൺ പറയുന്നത് ബാലൻസ് ഷീറ്റ് അപ്രോച്ച്. എന്താണ് ബാലൻസ് ഷീറ്റ് അപ്രോച്ച് എന്ന് നോക്കാം.
This is a forecasting method based on the fundamental accounting principle. ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ് ബാലൻസ് ഷീറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ തത്വം എന്ന് പറയുന്നത് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന തത്വം അനുസരിച്ചിട്ടാണ് ബാലൻസ് ഷീറ്റ് അപ്രോച്ച് പ്രവർത്തിക്കുന്നത്. എ പ്രൊഫോർമ ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് യൂസിങ് നോളേജ് ഓഫ് പാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഐറ്റം. പാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ പ്രൊഫോമ എന്നുള്ളത് പ്രിപ്പയർ ചെയ്യും. അതായത് ഇൻവെൻ്ററി, അക്കൗണ്ട്സ് റിസീവബിൾസ്, അക്കൗണ്ട്സ് പേയബിൾസ് എക്സെട്ര ആൻഡ് ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസ്. അതായത് ബാലൻസ് ഷീറ്റ് അപ്രോച്ചസിൽ എന്ത് ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് ഐറ്റംസിൻ്റെ, അതായത് പ്രൊഫോർമ ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് യൂസിങ് ദ നോളേജ് ഓഫ് പാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഐറ്റം. പാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഒരു ബാലൻസ് ഷീറ്റ് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുക. പാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വരുന്നത് സച്ച് ആസ് ഇൻവെൻ്ററി വരുന്നുണ്ട്, അക്കൗണ്ട്സ് റിസീവബിൾസ് വരുന്നുണ്ട്, അക്കൗണ്ട്സ് പേയബിൾ എക്സെട്ര ആൻഡ് ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ ഈ ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്നത് ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെത്തേഡാണ്. ഇതിന് തത്വം എന്ന് പറയുന്നത് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റീസിൻ്റെ കൂടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണെന്നാണ് ഈ അപ്രോച്ചസിൻ്റെ തത്വം എന്ന് പറയുന്നത്. എ പ്രൊഫോർമ ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് യൂസിങ് നോളേജ് ഓഫ് പാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ്. പാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആയിട്ടുള്ള ഇൻവെൻ്ററി, അക്കൗണ്ട്സ് റിസീവബിൾസ്, അക്കൗണ്ട്സ് പേയബിൾസ് ആൻഡ് ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ പ്രൊഫോർമ എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുകയാണ് ഇതിൽ കൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ്, പേഴ്സൻറ്റ് ഓഫ് സെയിൽസ് അപ്രോച്ച്. എന്താണ് പേഴ്സൻറ്റ് ഓഫ് സെയിൽസ് അപ്രോച്ച് എന്ന് നോക്കാം. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഫോർ മേക്കിംഗ് ഫ്യൂച്ചർ ക്യാഷ് പ്രൊജക്ഷൻസ്. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ക്യാഷ് പ്രൊജക്ഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺ മെത്തേഡാണ് ഈ പേഴ്സൻറ്റേജ് ഓഫ് സെയിൽസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദ പേഴ്സൻറ്റേജ് ഓഫ് സെയിൽസ് അപ്രോച്ച് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ ലെവൽ ഓഫ് എൻ എക്സ്പെൻസ്, അസറ്റ് ഓർ ലയബിലിറ്റി ഫോർ എ ഫ്യൂച്ചർ പീരിയഡ് ആസ് എ പേഴ്സൻറ്റേജ് ഓഫ് സെയിൽസ് ഫോർകാസ്റ്റ്. ഫ്യൂച്ചർ ക്യാഷ് പ്രൊജക്ഷൻസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമൺ മെത്തേഡാണിത്. ദ പേഴ്സൻറ്റേജ് ഓഫ് സെയിൽസ് അപ്രോച്ച് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ ലെവൽ ഓഫ് എൻ എക്സ്പെൻസ്. ഒരു എക്സ്പെൻസിൻ്റെ ലെവൽ എസ്റ്റിമേറ്റ് ചെയ്യുകയും അസറ്റ് ഓർ ലയബിലിറ്റീസ് ഫോർ എ ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള അസറ്റ് ഓർ ലയബിലിറ്റീസിനെ എസ്റ്റിമേറ്റ് ചെയ്യുകയും ആസ് എ പേഴ്സൻറ്റേജ് ഓഫ് ദ സെയിൽസ് ഫോർകാസ്റ്റ്. സെയിൽസ് ഫോർകാസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന രീതിയിൽ, അപ്പോൾ പേഴ്സൻറ്റേജ് ഓഫ് സെയിൽസ് അപ്രോച്ചാണ് നമ്മൾ പറഞ്ഞത്. ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഫോർ മേക്കിംഗ് ഫ്യൂച്ചർ ക്യാഷ് പ്രൊജക്ഷൻ. ഫ്യൂച്ചർ ക്യാഷ് പ്രൊജക്ഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും മോസ്റ്റ് കോമൺ മെത്തേഡാണ്. ദ പേഴ്സൻറ്റേജ് ഓഫ് സെയിൽസ് അപ്രോച്ച് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ ലെവൽ ഓഫ് എൻ എക്സ്പെൻസ്. ഒരു എക്സ്പെൻസിൻ്റെ ലെവൽ എസ്റ്റിമേറ്റ് ചെയ്യുക, അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ഫോർ എ ഫ്യൂച്ചർ പീരിയഡ് ആസ് എ പേഴ്സൻറ്റേജ് ഓഫ് ദ സെയിൽസ് ഫോർകാസ്റ്റ്. അതായത് ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ മെത്തേഡ് ഫോർ മേക്കിംഗ് ഫ്യൂച്ചർ ക്യാഷ് പ്രൊജക്ഷൻ. ഫ്യൂച്ചർ ക്യാഷ് പ്രൊജക്ഷൻസ് മേക്ക് ചെയ്യാനുള്ള മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മെത്തേഡാണ്. അതായത് ഇവിടെ എന്താ വെച്ചാൽ പേഴ്സൻറ്റേജ് ഓഫ് സെയിൽസ് അപ്രോച്ചിൽ എസ്റ്റിമേറ്റിംഗ് ദ ലെവൽ ഓഫ് എക്സ്പെൻസ്, ഒരു എക്സ്പെൻസിൻ്റെ ലെവൽ എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ഫോർ എ ഫ്യൂച്ചർ പീരീഡിലുള്ള അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു ആസ് എ പേഴ്സൻറ്റേജ് ഓഫ് ദ സെയിൽസ് ഫോർകാസ്റ്റ്. സെയിൽസ് ഫോർകാസ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് എന്ന രീതിയിൽ. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്ന് നോക്കാം. ക്യാഷ് ഫോർകാസ്റ്റിംഗ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് സർട്ടൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. ക്യാഷ് ഫോർകാസ്റ്റിംഗ് ഡൺ ചെയ്യുന്നത് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആർ ടൈം സീരീസ് അനാലിസിസ്, മൂവിംഗ് ആവറേജ് ടെക്നിക്സ്, എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് ടെക്നിക്ക്, റിഗ്രഷൻ ടെക്നിക്ക്, സിമുലേഷൻ എക്സെട്ര. അപ്പോൾ ക്യാഷ് ഫോർകാസ്റ്റിംഗ് നമുക്ക് ഡൺ ചെയ്യാൻ കഴിയുന്നത് ബൈ യൂസിങ് സർട്ടൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് ഫോർകാസ്റ്റിംഗ് ഡൺ ചെയ്യാം. ഇതിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത് ഒന്ന് ടൈം സീരീസ് അനാലിസിസ് ആണ്, പിന്നെ ഒന്ന് മൂവിംഗ് ആവറേജ് ടെക്നിക്സ് ആണ്, പിന്നെ ഒന്ന് എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് ടെക്നിക്കാണ്, പിന്നെ ഒന്ന് റിഗ്രഷൻ ടെക്നിക്ക്, പിന്നെ ഒന്ന് സിമുലേഷൻ എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് ക്യാഷ് ഫോർകാസ്റ്റിംഗ്. ക്യാഷ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ടെക്നിക്സ് ഓർ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മെത്തേഡും, പിന്നെ ഒന്ന് അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മെത്തേഡ്, പിന്നെ ബാലൻസ് ഷീറ്റ് അപ്രോച്ച്, പേഴ്സൻറ്റേജ് ഓഫ് സെയിൽസ് അപ്രോച്ച്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇനി അടുത്ത് പറയുന്നത് ക്യാഷ് ബജറ്റ് എന്നുള്ളതാണ്. ക്യാഷ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിവൈസ് ടു പ്ലാൻ ഫോർ ആൻഡ് കൺട്രോൾ ദ യൂസ് ഓഫ് ക്യാഷ്. ക്യാഷിൻ്റെ യൂസിനെ കൺട്രോൾ ചെയ്യാനും പ്ലാൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് ക്യാഷ് ബജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓവർ ദ ബജറ്റ് പീരിയഡ്. ബജറ്റ് പീരിയഡിലുള്ള എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസിനെയും ഔട്ട്ഫ്ലോസിനെയും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ബജറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ബജറ്റ് ഈസ് എ ക്യാഷ് മാപ്പ് ഷോയിങ് ദ എമൗണ്ട് ആൻഡ് ദ ടൈമിംഗ് ഓഫ് cash receipts and cash payments on daily, weekly or monthly basis.
വീക്ക്ലി ബേസിസിലും ഡെയിലി ബേസിസിലും മന്ത്ലി ബേസിസിലുള്ള ക്യാഷ് പേയ്മെൻറ്റ്സും ക്യാഷ് റെസിപ്റ്റ്സും ഷോ ചെയ്യുന്ന ഒരു ക്യാഷ് മാപ്പിനെയാണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഷോസ് ദ പീരിയോഡിക്കൽ ക്യാഷ് പൊസിഷനാണ് അത് കാണിക്കുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു എൻഷുർ ദാറ്റ് ദർ വിൽ ബി ജസ്റ്റ് സഫീഷ്യൻറ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ടു കോപ്പ് അഡിക്വേറ്റ്ലി വിത്ത് ബഡ്ജറ്റഡ് ആക്ടിവിറ്റീസ്. ബഡ്ജറ്റഡ് ആക്ടിവിറ്റികൾ നടപ്പിലാക്കാൻ വേണ്ടി സഫീഷ്യൻറ്റ് ക്യാഷ് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തലാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ് ഓർ ദ വെയ്സ് ആൻഡ് മീൻസ് ബഡ്ജറ്റ്. ഇതിനെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് എന്നും വെയ്സ് ആൻഡ് മീൻസ് ബഡ്ജറ്റ് എന്നും പറയാം. അപ്പോൾ ക്യാഷ് ബഡ്ജറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇറ്റ് എൻഷുവേഴ്സ് ദ സഫീഷ്യൻറ്റ് ക്യാഷ് ഈസ് അവൈലബിൾ വെൻ റിക്വയർഡ്. അത്യാവശ്യ സന്ദർഭത്തിൽ സഫീഷ്യൻറ്റ് ക്യാഷ് അവൈലബിൾ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. ഇറ്റ് ഹെൽപ്സ് ടു അസർട്ടൈൻ എക്സ്പെക്റ്റഡ് ഷോർട്ടേജ് ഓഫ് ക്യാഷ് സോ ദാറ്റ് സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൻ ഇൻ ടൈം ഫോർ മേക്കിംഗ് അപ്പ് ദ ഡെഫിഷ്യൻസി ബൈ അറേഞ്ചിങ് ബാങ്ക് ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ്. ഷോർട്ടേജ് ഓഫ് ക്യാഷ് ഉണ്ടാവുന്നതിനെ അസർട്ടൈൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് ഷോർട്ടേജ് ഓഫ് ക്യാഷ് ഉണ്ടാവുക അതിനെ അസർട്ടൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ മേക്കിംഗ് അപ്പ് ദ ഡെഫിഷ്യൻസി ബൈ അറേഞ്ചിങ് ബാങ്ക് ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ്. ഡെഫിഷ്യൻസി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ബാങ്ക് ലോണുകളോ ഓവർ ഡ്രാഫ്റ്റുകളോ അറേഞ്ച് ചെയ്തിട്ട് ഷോർട്ടേജ് ഓഫ് ക്യാഷിനെ അസർട്ടൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു അസർട്ടൈൻ എക്സസ് ഓഫ് ക്യാഷ് സോ ദാറ്റ് ദ സർപ്ലസ് ക്യാഷ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഫോർ എ ഷോർട്ട് പീരിയഡ്. എക്സസ് ഓഫ് ക്യാഷ് അസർട്ടൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർപ്ലസ് ക്യാഷ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഫോർ എ ഷോർട്ട് പീരീഡ്. ഒരു ഷോർട്ട് പീരീഡിലേക്ക് നമുക്ക് സർപ്ലസ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അസർട്ടൈൻ ദ എക്സസ് ഓഫ് ക്യാഷിനെ അസർട്ടൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദ സർപ്ലസ് ക്യാഷ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഫോർ എ ഷോർട്ട് പീരീഡ്. ഷോർട്ട് പീരീഡിലേക്ക് നമുക്ക് സർപ്ലസ് ക്യാഷിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. ഇറ്റ് ഷോസ് വെദർ ക്യാഷ് എക്സ്പെൻഡിച്ചർ പ്രൊജക്ട്സ് ക്യാൻ ബി ഫിനാൻസ്ഡ് ഇൻറ്റേർണലി. ക്യാഷ് എക്സ്പെൻഡിച്ചർ പ്രൊജക്റ്റുകൾ ഇൻറ്റേർണലി ഫിനാൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്യാഷ് ബഡ്ജറ്റ്. ക്യാഷ് ബഡ്ജറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് ഓപ്പറേറ്റിംഗ് ഡിസിഷൻസ്, പിന്നെ ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻസ്, പിന്നെ അക്കൗണ്ട്സ് റിസീവബിൾ ആൻഡ് ഇൻവെൻ്ററി ടാർജറ്റ്സ്, കസ്റ്റമർ ക്രെഡിറ്റ് ഡിസിഷൻസ്, സപ്ലയർ ക്രെഡിറ്റ് ഡിസിഷൻസ്, ടാക്സ് ഓൺ പ്രോഫിറ്റ്, ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്, ഫിനാൻസിങ് ഡിസിഷൻസ്, ഡിഗ്രി ഓഫ് ലിക്വിഡിറ്റി, അവൈലബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, പ്രോഫിറ്റ് പ്ലാൻ, ഡെപ്റ്റ് റീപേയ്മെൻറ്റ് ആൻഡ് ഡിവിഡൻഡ് പ്ലാൻസ്, വേജസ് ആൻഡ് ഓവർഹെഡ് എക്സ്പെൻസസ് ടു ബി ഇൻകേർഡ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.